ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പാവയ്ക്ക തീയൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കണ്ടാലോ. അതിനായി പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞു മാറ്റി വെക്കാം. എന്നിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാകുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് അതും ഒന്ന് മൂത്ത ശേഷം നമുക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ചെടുത്ത ശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഒരുപാടങ്ങ് വറുത്ത് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്കതിനെ ചട്ടിയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, വറ്റൽമുളക്, പച്ചമുളക്, ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയുടെ അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ടിതൊന്ന് അടച്ചു വെക്കാം. ഇത് ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നല്ല ചൂട് ചോറിനോടൊപ്പമൊക്കെ ഒഴിച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്